ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും പിന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടാണ് കേട്ടോ. മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വിചാരിച്ച് മുട്ടയുടെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2 മുട്ടയുടെ വൈറ്റാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എഗ്ഗ് വൈറ്റ് മാത്രം മതി, എഗ്ഗ് യോക്ക് ആവശ്യമില്ല. അതുകൊണ്ട് 2 മുട്ടയുടെ എഗ്ഗ് വൈറ്റ് മാത്രം എടുക്കാം. ഇനി ഈ എഗ്ഗ് വൈറ്റിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഇതുപോലെ വെള്ളം ചൂടാവാൻ വെക്കാം. അതിലേക്ക് നമ്മുടെ ഈ ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമുക്കിതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എഗ്ഗ് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് പോകും. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ട് വരില്ല കേട്ടോ. തീ കുറച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ടുണ്ട്. നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒട്ടും തന്നെ പഞ്ചസാരയുടെ തരിയില്ലാത്ത രീതിയിൽ നമുക്കിത് മെൽട്ടാക്കിയിട്ട് കിട്ടും. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫുള്ളായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നെങ്കിൽ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്രീമിൻ്റെ ടെക്സ്ചറായിട്ട് വരും. നല്ല സ്റ്റിഫായിട്ടുള്ളൊരു ക്രീം തന്നെ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇവിടെ 4 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ക്രീമിൻ്റെ ടെക്സ്ചർ തന്നെയാണിത്. അതേ ഒരു ടേസ്റ്റായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്നും തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ മുട്ടയോടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ ക്രീം വെച്ച് നമുക്കൊന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം. എത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.